ഞാൻ വിഷയത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കിട്ടണമെന്നില്ല. വിഷയങ്ങളുടെ ധർമ്മം എൻ്റെ ചിന്തയിൽ എന്നോടൊപ്പം ഇരിക്കുന്നതാണ് ലോകധർമ്മമെന്ന് ഞാൻ മാനിക്കുന്നു. അയാളോടൊപ്പം ഇരിക്കുന്നതാണ് ലോകധർമ്മമെന്ന് അയാൾ മാനിക്കുന്നു. എന്ത് നടന്നുവോ അത് ധർമ്മമാണെന്ന് മറ്റൊരു പക്ഷം ഇരിക്കുന്നു. നീതി നിയമങ്ങൾ എഴുതി വെച്ച പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ നടക്കേണ്ടതാണ് ധർമ്മമെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു. 4 വാദങ്ങൾ ഇപ്പോൾ ഉണ്ട്. എഗ്രീഡ്. നിങ്ങളെ വിളിച്ചിരുത്തിയാൽ നിങ്ങളിൽ ഒരു കൂട്ടർ പറയും അത് എൻ്റെ കയ്യിൽ ഇരിക്കേണ്ടതാണ്, അതാണ് ധർമ്മം. അവൻ്റെ കയ്യിൽ പോയതാണ് അധർമ്മം. അവനോട് ചോദിച്ചാൽ പറയും എൻ്റെ കയ്യിലാണ് ധർമ്മം, അവൻ്റെ കയ്യിലേക്ക് പോകാതിരിക്കുന്നതിന് എൻ്റെ കയ്യിൽ ഇത് നിലനിർത്തുകയാണ് ധർമ്മം. വൈയക്തികമായി വ്യഷ്ടിപരമായി യുധിഷ്ഠിരൻ ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ്. കാരണം ദുര്യോധനനിൽ നിന്ന് രാജ്യം പിടിച്ചെടുത്ത് തൻ്റെ ഭരണവ്യവസ്ഥയിലൂടെ കൊണ്ടുപോകുവാൻ നടത്തുന്ന വ്യഷ്ടിധർമ്മത്തിലാണ് യുധിഷ്ഠിരൻ നിൽക്കുന്നത്. ധാർമ്മികമായി തന്നെയാണ് മുനിമാർ ചമച്ചു വെച്ചിട്ടുള്ള ക്ഷത്രിയ ധർമ്മത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് തന്നെയാണ് രാജ്യം എൻ്റെ കയ്യിൽ വന്നത്. ഇന്നത് ധർമ്മമാണ്. അത് അവരുടെ കയ്യിലേക്ക് പെടാതിരിക്കുന്നതിനാണ് ഞാൻ ഈ ധാർമ്മിക യുദ്ധം നടത്തുന്നത്. എഗ്രീഡ്. എഗ്രീഡ്. ഇവിടെ 2 ധർമ്മമായി വ്യഷ്ടിക്ക്. എഴുതി വെച്ച നീതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രാജ്യം ഇന്ന പോലെയാണ് പോകേണ്ടത് എന്നൊരു ധർമ്മ വ്യവസ്ഥ മുൻപിൽ വെച്ച് അതിൻ്റെ ധർമ്മത്തിനാണ് ശ്രമിക്കേണ്ടത് എന്ന് 3ാമത്തെ വാദം. ശരി. എന്താണോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാമാണ് ധർമ്മം. അതിനെ മനുഷ്യൻ സ്വപ്രയത്നം കൊണ്ട് ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് പ്രകൃതിപരമായ ധർമ്മം. 4 4 മനസ്സിലായി. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്ന് നിന്ന് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. 4 ഉണ്ടെന്ന് തന്നെ ഈ കൂട്ടർ അറിയുന്നില്ല. ഇതിലേതാണ് ധർമ്മം? കേവലമായി ഇതിന്റെ ധർമ്മനീതി എന്താണ്? ഇതെങ്ങനെയാണ് വന്ന് ഭവിക്കുന്നത്? ഇനി മെല്ലെ വ്യാസനയൊന്ന് നോക്കി. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് കൈപൊക്കിയതിൻ്റെ അർത്ഥമൊന്ന് ആലോചിച്ച് നോക്കിയേ. പഠിക്കാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ പരസ്പര വൈരുദ്ധ്യം പുലർത്തുന്ന 4 കാര്യങ്ങൾ മുമ്പിലെത്തി. നിങ്ങൾക്ക് അസിമുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കട്ടെ. 4 ശരിയാണ്. 4 ഓരോന്നിൻ്റെയും പക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാനല്ലാതെ 4 നിന്നും വേറിട്ട് നിന്ന് നോക്കിക്കണ്ടാൽ ഏതാണ് ധർമ്മം? എല്ലാം ശരിയാണ്. ഓരോന്നിനോട് ചേർന്ന് നിന്നാൽ അതാത് ശരിയാണ്. നമ്മൾ എവിടെ ചേരുന്നുവോ അപ്പൊ അതേ ഉള്ളൂ കാലം. തൽ ഇല്ല. കാലം അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചേരുമ്പോൾ മറ്റേ കാലമില്ല. ചേരാതെ ഒരു ചിന്ത വരുമ്പോഴേ തൽക്കാലമുള്ളൂ. നമ്മൾ എവിടെ ചേർന്ന് വയ്ക്കുന്നുവോ അതാണ് കാലം. റൈറ്റ്. പൂർണ്ണമായും അതാണ് നടക്കേണ്ടത്. നമ്മളതിൽ വാശി പിടിക്കുകയും അതിന് മല്ലുണ്ടാക്കുകയും അതിന് വിപരീതമായി വരുന്നതെല്ലാം അധർമ്മമാണെന്ന് സ്ഥാപിക്കാനുള്ള കുയുക്തികളെല്ലാം നമ്മുടെ ബോധമണ്ഡലത്തിൽ ഉദയം ചെയ്യുകയും ചെയ്യും. ശരിയാണ്. ശരിയാണ്. എല്ലാ കുയുക്തികളും ഉദയം ചെയ്യും. ഇതാണ് ധർമ്മം. നമ്മളത് ചിലപ്പോൾ സംശയങ്ങൾ എന്ന പേരിൽ അവതരിപ്പിക്കും.
ശരിയല്ല. അത്ര പറ്റാത്തവരോടാണെങ്കിൽ, അതല്ലാത്തവരാണെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എന്ന നിലയിൽ പറയും, ശരിയല്ല. ചിലരോട് പറയുമ്പോൾ പറയും ഇതാണ് അതിൻ്റെ ശരി. എതിർപ്പുള്ളവരോടാണെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റൂ, വേറൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ തീരുമാനങ്ങൾ, സംഘകൾ, അഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളും നമ്മൾ സ്വീകരിക്കുമ്പോഴും നാം ഇതിലൊന്നിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. റൈറ്റ്? വസ്തുതയോ ഈ യുദ്ധം ചെയ്താൽ രാജ്യം സ്വന്തമാകുമോ? ആകണമെന്നില്ല. അതിന് പൂർവനിശ്ചിതം വേറെയാണ്. 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് തൻ്റേതായിത്തീരുന്നതിൽ വർത്തമാനകാലത്തിലെ തൻ്റെ ജാഗ്രത് സ്വപ്ന തീരുമാനങ്ങളെക്കാൾ ശക്തവും അന്തർധാരയുള്ളതുമായ ഒരു പൂർവസൂരി ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇതാ ശാസ്ത്രത്തിലൂടെ അവരന്വേഷിച്ചു. അത് മുഖാമുഖം കണ്ടു കിട്ടിയാൽ നമ്മൾ രക്ഷവും. എന്റെ പ്രയത്നം, എന്റെ തീരുമാനം, എന്റെ നിശ്ചയം, ഇവയെ ഒന്നും കണക്കിലെടുക്കാത്ത ഒന്നിലാണ് അനുഭവങ്ങളിരിക്കുന്നതെങ്കിൽ ഞാൻ യുദ്ധം ചെയ്തതുകൊണ്ട്, യുദ്ധം ചെയ്യാത്തതുകൊണ്ട് വിഷയമാകുന്ന രാജ്യത്തിന്റെ ധർമ്മം നിശ്ചയിക്കപ്പെടുന്നില്ല. ഈ തലം പിടികിട്ടിയാൽ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ പിടികിട്ടും. ഈ തലത്തിലാണ് ഗീതയുടെ വ്യാഖ്യാനം പൂർവന്മാർ സാമ്പ്രദായികമായി യുദ്ധക്കളത്തിൽ നിന്ന് ഗുരുകുലത്തിലേക്ക് ഏറ്റിക്കൊണ്ടുപോയത്. ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് വ്യാസഗദ്ഗതങ്ങൾ തിരിച്ചറിയാത്തവർ ഗീതയെ പിന്നീട് ശങ്കരൻ എഴുതി ചേർത്ത് അകത്ത് കയറ്റിവെച്ചു എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വന്നത്. കാരണം യുദ്ധവുമായി ഒരു സാങ്കത്യവും ഇല്ലാത്തൊരു ദർശനമാണ് പോകുന്നതെന്ന് അല്പബുദ്ധികളായവർക്ക് പോലും മനസ്സിലാവും. ഗീത അവിടെ വേറിട്ട് നിൽക്കുകയാണ്. യുദ്ധത്തിന്റെ ക്രമാനുഗതമായ വികാസത്തിലൂടെ വന്ന് ഒരു രംഗവേദിയിൽ ധൃതരാഷ്ട്രനിലൂടെ ചോദ്യമുന്നയിച്ച് സഞ്ജയനിലൂടെ ആവിർഭവിച്ച് നമ്മളിലേക്ക് കടന്നു വരുന്ന കൃഷ്ണാർജുന സംവാദമായ ഗീതയുടെ പ്രസക്തമായ തലം യുദ്ധങ്ങളെയും യുദ്ധക്കളങ്ങളെയും ഉല്ലംഘിക്കുന്നത് ഈ മാനബിന്ദുക്കളിൽ വെച്ചാണ്. അതിന്റെ തിരിച്ചറിവാണ് നാം കളഞ്ഞു കുളിച്ചത്. അതാണ് അറിയേണ്ടത്, അറിയിക്കേണ്ടത്. അതിനാണ് 4 സമസ്യകൾ പറഞ്ഞത്. അതിൽ 4ലും അന്തർഗതമായിരിക്കുന്ന കാമത്തിന്റെ സാക്ഷാത്കാരം പുരുഷാർത്ഥ സാധ്യമാണോ? പ്രാരബ്ധനിഷ്ഠമാണോ? 2 അടിച്ചത്. ഒന്ന് പുരുഷാർത്ഥ സിദ്ധമാണോ, പ്രാരബ്ധനിഷ്ഠമാണോ? ഇപ്പോഴത്തെ പുരുഷാർത്ഥ സിദ്ധമല്ലേ, പഴയ ഇപ്പോഴത്തെ പ്രാരബ്ധസിദ്ധം എന്ന് പറയുന്നത് നേരത്തെ പുരുഷാർത്ഥത്തിന്റെ വളരെ കർമ്മത്തിന്റെ വളരെ
നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാകുമ്പോൾ നേരത്തെ ഒരു കർമ്മത്തിന്റെ ഫലമല്ലേ? അത് ഇപ്പോഴത്തതുമായിട്ട് ചേർക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇപ്പോഴത്തത് അറിയാം. ഇപ്പോഴത്തത് നമ്മൾ പുരുഷാർത്ഥം എന്ന് കാണുന്നു. ഇന്നലെ ഉള്ളതിനെല്ലാം പ്രാരബ്ധമെന്ന് പറയുന്നു. രണ്ടും നിർവചിച്ച് വേറെയാക്കിയാൽ പിന്നെ പുരുഷാർത്ഥം എന്നും പ്രാരബ്ധം എന്നും രണ്ട് പദം വേണ്ടല്ലോ. പുരുഷാർത്ഥം എന്ന് മാത്രം പറഞ്ഞാൽ അത് കാലത്തിന്റെ വ്യത്യാസമല്ലേ ഉണ്ടാവുന്നത്? കാലത്തിന്റെ വ്യത്യാസമല്ല, മനസ്സിന്റെ വ്യത്യാസം. മുമ്പുണ്ടായിരുന്ന പുരുഷാർത്ഥമല്ലേ ഇപ്പൊ? ഇന്ന് നിങ്ങളുടെ പേരെന്താണ്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ചെയ്തു വെച്ചതല്ലല്ലോ. ഇന്ന് പുരുഷൻ ആരാണ്? ഉണ്ണികൃഷ്ണനാണ്. ഞാൻ പണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനാണോ? അയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നല്ലല്ലോ. അല്ല. അയാളുടെ അച്ഛനും അമ്മയും ഉണ്ണികൃഷ്ണന്റെ അച്ഛനും അമ്മയാണോ? അല്ല. അല്ല. അല്ലെങ്കിൽ ആവണമെന്നില്ല. ആ ഉണ്ണികൃഷ്ണൻ മലയാളിയാണോ? ആവണമെന്നില്ല. പിന്നെ എങ്ങനെയാണത് പുരുഷാർത്ഥം എന്ന് പറയുക? ഇന്ന് പുരുഷൻ എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണനാണ് പുരുഷൻ. എഗ്രി? പുരുഷനിൽ നിന്ന് അർത്ഥമായത് പുരുഷാർത്ഥം. അത് പുരുഷ പ്രയോജനമാകുന്നില്ല എങ്കിൽ പുരുഷാർത്ഥം പോരാ. ശരിയല്ല? സംശയം ക്ലിയറായി? ഉണ്ണികൃഷ്ണന്റെ സംശയം ക്ലിയറായി? ഇനി എവിടെയാ സംശയം? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഗോപാലന്റെയും സരസ്വതിയുടെയും മകനാണെന്നിരിക്കട്ടെ, ആണോന്നറിയില്ല. ആ ഉണ്ണികൃഷ്ണൻ കൊല്ലംകാരനാണെന്നിരിക്കട്ടെ. അപ്പൊ കൊല്ലം എന്ന ദേശത്ത് ആ ദേശപ്രത്യേകതകളുള്ളൊരു വീട്ടിൽ പുരുഷാകാരം പൂണ്ട് ജനിച്ച ഉണ്ണികൃഷ്ണന്റെ കർമ്മപദ്ധതികളൊന്നുമല്ല ഉണ്ണികൃഷ്ണന്റെ അനുഭവങ്ങളെ ഇന്ന് സ്വാധീനിക്കുന്നതെങ്കിൽ അത് പുരുഷ സാധ്യമല്ല. അഗ്രീ? മറ്റത് ഉണ്ടോ എന്നുള്ളതിനെ അപഗ്രഥിച്ച് കണ്ടെത്തേണ്ടതാണ്. ഉണ്ണികൃഷ്ണന് മുമ്പൊരസ്തിത്വമുണ്ടായിരുന്നുവെന്നും അത് മറ്റൊരു പുരുഷന്റെ മറ്റൊരു സ്ത്രീയുടെ പുത്രനായി മറ്റൊരു ദേശത്ത് മറ്റൊരു ഭാഷയിൽ ജീവിച്ച് അന്ന് സമ്പാദിച്ചതെല്ലാമാണ് ഇന്ന് ഈ മലയാളിയായ ഉണ്ണികൃഷ്ണന്റെ ജീവിതഗതിയായി രൂപാന്തരപ്പെടുത്തുന്നത് എങ്കിൽ അത് പുരുഷാർത്ഥമല്ല. മനസ്സിലായില്ല? ഉണ്ണികൃഷ്ണന്റെ ഒരു കോശത്തിന് പോലും ഇപ്പോൾ ഉള്ള അനുഭവത്തിന്റെ അവകാശത്തിൽ പങ്കില്ല. ശരി? എന്നാൽ ഇപ്പോൾ ഉള്ള കോശങ്ങളാണ് ഇത് മുഴുവൻ അനുഭവിക്കുന്നത്. ഏത് കോശവും അനുഭവിക്കുമല്ലോ. ബോധവും അനുഭവിക്കും, കോശവും അനുഭവിക്കും, മനസ്സും അനുഭവിക്കും, ബുദ്ധി അനുഭവിക്കും, സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരങ്ങൾ മൂന്നും അനുഭവിക്കും. കാരണം ഉറക്കം വരാതാകുന്നുണ്ട്. അപ്പൊ കാരണ ശരീരം ശരിയാകുന്നില്ല. മനസ്സിലായില്ലേ? സ്വപ്നങ്ങൾ വികലമാകുന്നുണ്ട്, നല്ലതാകുന്നുണ്ട്. എല്ലാം വികലം മാത്രം പറയണ്ട, നല്ലതാകുന്നുണ്ട്, വികലമാകുന്നുണ്ട്. അത് കാരണം സ്വപ്ന ശരീരം സൂക്ഷ്മ ശരീരം തപിക്കുന്നുണ്ട്. ശരിയാണ്? സ്ഥൂല ശരീരത്തിൽ ഒട്ടേറെ രോഗങ്ങളോ ഒട്ടേറെ ആനന്ദമോ ഒട്ടേറെ പദ്യകളോ സംജാതമാകുന്നുണ്ട്. എഗ്രി? ഈ മൂന്ന് ശരീരവുമായി നേരിട്ട് പുരുഷാർത്ഥ സിദ്ധമായി ഇന്ന് അനുഭവമല്ലാത്ത കാരണങ്ങളാലാണ് വരുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണന് വെളിയിലാണ് കാരണം. അനുഭവം ഉണ്ണികൃഷ്ണനിലുമാണ്. എഗ്രി? അപ്പൊ പുരുഷാർത്ഥമല്ല. പുരുഷാർത്ഥനിഷ്ഠമല്ല. ഒരപരൻ, അങ്ങനല്ലേ എന്ന് പറയണ്ടേ? ഉണ്ണികൃഷ്ണൻ ഒരു അപരനുണ്ട്. എഗ്രി? ഉണ്ണികൃഷ്ണന്റെ സജീവ മാതൃകകളെ വരെ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ണികൃഷ്ണന്റെ ജീവിതായോധനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരപരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. എഗ്രി? ഉണ്ണികൃഷ്ണന്റെ പദവിന്യാസ ശബ്ദത്തിന്റെ പിന്നാലെ പോലും പോകുന്ന
ഒരപരൻ. ഞാൻ അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നില്ല ഇവിടെ. പേഴ്സണാലിറ്റി എന്നൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഉണ്ണികൃഷ്ണനോ എനിക്കോ കാണാവുന്ന ഒരുവനല്ലവൻ, തിരിച്ചറിയാവുന്നവനും അല്ലവൻ. അതിനെയാണ് ഞാൻ പ്രാരബ്ധം എന്ന് പറഞ്ഞു വരുന്നത്. പ്രകർഷേണ ആരംഭിച്ചത്, നല്ലതുപോലെ ആരംഭിച്ചത്. എൻ്റെ അപരൻ നേരത്തെ ചെയ്തു വെച്ചത് ആണ് ഞാൻ ഇന്ന് ഏറ്റെടുത്ത് അനുഭവിക്കുന്നത്. അത് എൻ്റെ പിന്നാലെ ഞാൻ എവിടെ പോയാലും വന്നിരിക്കും, എൻ്റെ ഒരു പുരുഷ പ്രയത്നവുമില്ലാതെ. ഞാൻ പ്രയത്നിച്ചുണ്ടാക്കിയത് അനുഭവിക്കുമ്പോഴൊന്നും ലഭിക്കാത്ത ആനന്ദം എനിക്ക് തരുന്ന ഒന്നാണ് എൻ്റെ നേരത്തെയുള്ള ചെയ്തികളുടെ ഫലമായി വരുന്ന അനുഭവങ്ങൾ. എൻ്റെ ജീവിതത്തെ ഇന്നുവരെ ആനന്ദിപ്പിച്ചതെല്ലാം അയത്നലളിതമായി ലഭിച്ചവ മാത്രമാണ് എന്ന് പറയാൻ കഴിയാത്ത ആരും നിങ്ങളിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ശരിയാണ്. അത് തയ്യാറാക്കി വെച്ച് അത് അനുഭവിക്കുവാൻ എത്തിയിരിക്കുന്നവൻ പുതിയതായ തലങ്ങളിൽ പ്രയത്നിക്കുമ്പോൾ തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നതെന്ന് സ്ഥാപിക്കുവാനുള്ള വ്യഗ്രതയാണ് അവന്റെ നിത്യദുഃഖം. അവന്റെ ശാസ്ത്രപ്പഠിപ്പ്, അവന്റെ അറിവ്, അവന്റെ കർമ്മങ്ങൾ, അവന്റെ കർമ്മഫലങ്ങൾ ഇതെല്ലാം എത്ര അയത്നലളിതമാണോ അതെല്ലാം ആനന്ദപൂർവകമാണ്. ശരിയല്ല? കിട്ടിയില്ല? പദങ്ങൾ കൊണ്ട് എഴുതേ കളി വേണ്ട. നമുക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് പദം കൊണ്ടുവന്നാൽ മതി. പുസ്തകത്തിലതൊന്നും ഇപ്പം വേണ്ട. ഇപ്പം നമ്മുടെ ജീവിതത്തിലതൊന്ന് പഠിക്കുക. അത് കിട്ടിക്കഴിഞ്ഞ് പുസ്തകമായിട്ട് ചേർക്കാമെങ്കിൽ ചേർക്കുക, ഇല്ലേ മണ്ണാങ്കട്ട പുസ്തകം കത്തിച്ച് ദൂരെ കളയുക. ജീവിതാനുഭവത്തെക്കാൾ വിലയൊന്നും പുസ്തകത്തിനില്ല. ഇത് സീരിയൽ എഴുതുന്ന കുഴപ്പമായത്. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരു ശാസ്ത്രവും ശാസ്ത്രമല്ല. മനസ്സിലായില്ല? ജീവിതഗന്ധി അല്ലാത്ത ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. അതെല്ലാം കാണാതെ പഠിച്ച് തലകളയാമെന്നല്ലാതെ, ഉള്ള ഓർമ്മയും ഉള്ള ജീവിതവും നഷ്ടമാകാമെന്നല്ലാതെ 5 പൈസയുടെ ഗുണമില്ല. മനസ്സിലാവില്ലത്. അതുകൊണ്ട് ഇനി പേരിടുന്നതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇനി പേരില്ലെന്ന് വെച്ച് നമുക്ക് വലിയ കുഴപ്പമൊന്നും വരാനില്ല. കാര്യം മനസ്സിലായാൽ മതി. ശരിയല്ല? നിങ്ങൾ ആകെ വിഷമിക്കുന്നത് ഈ പേരിടാനാണ്. 1001 പേരുകൾ പേരിടുന്നവർക്ക് വേണ്ടി, 2001 പേരുകൾ. എന്തിനീ പേരിടാൻ ഇത്ര വിഷമിക്കുന്നു? പേരൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ XYZ എന്നിട്ടാലും നമുക്ക് വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഞാൻ പേരിന്റെ കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ല. എനിക്ക് ആ വിഷയം ഇല്ല എൻ്റെ മൈൻഡിൽ. പേരൊക്കെ ഞാൻ മനോഹരമായിട്ട് തരാം. പേരിടാനാണോ വിഷമം? മനസ്സിലായില്ല? ഇതിന്റെ പേരൊരെണ്ണം പറഞ്ഞാൽ ഉടനെ മനസ്സിലാവുമോ സാധനം? ആരാ ഇത്? നിങ്ങൾക്ക് ആകെ തൃപ്തിയാകുന്നത് ഗോപാലൻ എന്നൊന്ന് പറഞ്ഞാലാണ്. ഗോപാലൻ എന്നുള്ള പേരുമായി ഇവന് യാതൊരു ബന്ധവുമില്ല. ഇവൻ പശുവിനെ കണ്ടിട്ട് പോലുമില്ല. മനസ്സിലായില്ല? ശരിയല്ല? ശരിയല്ല? ജീവിതത്തിൽ ഇന്നുവരെ പശുവിനെ കണ്ടിട്ടില്ലാത്ത ഉയരങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരുവനെ പിടിച്ചിട്ട് ഇത് ഗോപാലൻ, മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായ? അപ്പൊ പേര് വല്ലതും ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പേരൊക്കെ കള. നീ മനസ്സിലായില്ല. നിങ്ങൾക്ക് അത്രയും കിട്ടിയാൽ മതി. നിങ്ങൾ അതിനായി കാത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പേര്, എന്നിട്ട് ആ സാങ്കേതിക ശബ്ദം കാണാതെ പഠിക്കുക. എന്നിട്ട് വേദാന്തം പഠിച്ചു എന്ന് തെറ്റിദ്ധരിക്കുക. പേരൊക്കെ കള. സാധനം നല്ലപോലെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് പേര് പിന്നെ വരട്ടെ, മറന്നുപോകില്ല. മറ്റു നിങ്ങൾ ഇറങ്ങിയിട്ട് വേറൊരാളോട് വർത്തമാനം പറയാം. എന്ത് പേരാ സ്വാമി പറഞ്ഞേ? എടാ 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 പ്രാകർമ്മം. എടാ പ്രാക്കെന്നാണ് പറഞ്ഞത്.
അപ്പൊ കനകൻ ടീച്ചർ പറയും പ്രാക്കെന്നല്ല ചേച്ചി പറഞ്ഞത്, സ്വാമിജി പറഞ്ഞത് പ്രാവട്ടം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പേര് മാറിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടും കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു പേരിനേക്കാളൊക്കെ ഇതിന്റെ ആശയം നമ്മുടെ ഉള്ളിൽ നല്ല പോലെ അതിന്റെ ചമൽക്കാരങ്ങളോടുകൂടി നന്നായി ഉള്ളിൽ തട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പേരങ്ങോട്ട് ചേർത്ത് വെച്ചാൽ രസമുണ്ട് പഠിക്കും. ഇത് ഈ കുഴപ്പം വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഡെഫിനിഷൻസ് എല്ലാം കാണാതെ പഠിച്ച് ശീലിച്ചു. 1ാം ക്ലാസ് മുതൽ ഡെഫിനിഷൻ മുഴുവൻ കാണാതറിയാം, പക്ഷെ സംഭവം എന്താണെന്ന് അറിയില്ല. വിദ്യാഭ്യാസത്തിന്റെ ഒരു തകരാറത്. ശരിയല്ലേ? നിർവചനങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ചിലർക്ക് നിർവചനം എന്താണെന്ന് അറിയില്ല, പക്ഷെ അവന് നിർവചിക്കാൻ അറിയാം. മനസ്സിലായില്ല? അങ്ങനെയാണ് പഠിക്കേണ്ട. ശാസ്ത്രം അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത് ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്ക്, ഒരു പ്രാവശ്യം ശ്രമിക്കേ. അപ്പോ എന്തോരുന്ന് പേര് പറഞ്ഞേ? ഉണ്ണികൃഷ്ണൻ. അപ്പോ ഉണ്ണികൃഷ്ണൻ എന്ന പുരുഷൻ അർദ്ധിക്കുന്ന അയാളുടെ ധർമ്മം, അയാളെ ധരിക്കുന്നതെന്തോ ആ ജീവൻ, അയാളിലെ കാമം, അയാൾ എന്തിനെ അർത്ഥിക്കുന്നുവോ ആ അർത്ഥന, സുഖത്തെ അർത്ഥിക്കുന്നു, അതുകൊണ്ട് അയാളുടെ അർത്ഥന, അതിനായുള്ള അയാളുടെ ആഗ്രഹം, കാമം. മനസ്സിലായി? ആ കാമത്തെ പൂർത്തീകരിക്കുമ്പോൾ അയാൾക്ക് വരുന്ന മോചനം, മോക്ഷം. ഇത് 4 ഇതയാളുടെ പുരുഷാർത്ഥമാണ്. ഇതിനയാൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കും ഈ ജന്മത്തിൽ തന്നെ. ആ പ്രയത്നങ്ങളൊന്നും എത്തിച്ചു കൊടുക്കാത്ത യാദൃച്ഛികതയിലൂടെ അയാൾ നേടുന്ന കുറേയുണ്ട്. മനസ്സിലായില്ല? ഞാൻ തന്നെ പോയി കഷ്ടപ്പെട്ട് കപ്പ നട്ട്, കപ്പ പറിച്ച്, കപ്പ പുഴുങ്ങി, കപ്പ തിന്ന് വരുമ്പോ പലയിടത്ത് വെച്ചും ഇന്നിനി വേണ്ട എന്ന് തീരുമാനിക്കും, സുഖമില്ലാത്തതുകൊണ്ട്. ശരിയാണ്? ശരിയാണ്. മറിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ വിചാരിക്കുമ്പോൾ കപ്പ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിച്ചാൽ മതി, നന്നായിട്ടുണ്ട്. അല്ല, 1ാം തരം കാന്താരിമുളകും കപ്പ പുഴുകും. അതല്ലെങ്കിൽ പ്രാരബ്ധത്തിൽ നല്ല മത്തിക്കറി കപ്പ പുഴുകും. ഇല്ല, ഏതാണ് നിങ്ങളുടെ പ്രാരബ്ധത്തിൽ വീഴുന്നതെന്ന് വെച്ചാൽ ഇവൻ മുമ്പിൽ വന്ന് വീഴുകയാണ്. അപ്പൊ ഇവൻ വന്ന് മുമ്പിലേക്ക് നിങ്ങൾ അറിയാതെ വന്നു വീഴുമ്പോൾ, മാനവ പ്രയത്നം ഏതുമില്ലാതെ വന്നു വീഴുമ്പോൾ, നിങ്ങൾ പ്രയത്നിച്ചിട്ട് കിട്ടിയെന്ന് പറയാൻ കഴിയുമോ? മഹാഭാരത യുദ്ധത്തിൽ 11 ഏഴും 18 അക്ഷൗഹിണികളാണ് നിന്ന് യുദ്ധം ചെയ്തത്. രാജ്യം നേടാനാണ് എല്ലാവരും യുദ്ധം ചെയ്തത്. മരണമാണ് എല്ലാവർക്കും വിധിയായത്. ഭീഷ്മദ്രോണാദികൾക്ക് പോലും മാനവ പ്രയത്നം കാമ്യലാഭത്തിന് വഴിയാണെന്ന് മഹാഭാരതം സമ്മതിക്കുന്നില്ല. എന്നിട്ടും നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. പുരുഷാർത്ഥം, പുരുഷപ്രയത്നം നാളെ നേട്ടത്തിനാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ശരിയല്ല. നിയമങ്ങൾ വരുമ്പോഴും നീതിശാസ്ത്രങ്ങൾ നിർണയിക്കപ്പെടുമ്പോഴും ഏതിലൂടെയെല്ലാം ഏത് കാലങ്ങളിലുണ്ടായ നീതിശാസ്ത്രങ്ങളിലൂടെ സഞ്ചരിച്ചാലും അതിൻ്റെ അടിയൊഴുക്കിൽ പൂർവജനിതക കർമ്മ സ്മൃതികളിലാണ് ധർമ്മത്തിന്റെ നിഴൽ വീണിരിക്കുന്നതെന്ന്
അനുസ്യൂതം ലോകത്തെ പഠിപ്പിക്കുന്നു. പുരുഷാപരാധ നിഷ്ഠമല്ല അനുഭവങ്ങൾ. ക്ലിയർ? ക്ലിയർ? നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അത് നോക്കിയിട്ട് കർമ്മം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന് പ്രസക്തി ഉണ്ടാകും. ഇത്രയൊന്നും മോനെ നീ പ്രയത്നിക്കണ്ട, നീ ഇന്ന വഴിക്ക് പോയാൽ നിന്റെ നേട്ടം ഉണ്ടാവും. കാരണം നിന്റെ വഴി ഇതാണ്, ഇത് നിന്നെ കാത്തിരിക്കുകയാണ്, നീ ചെല്ലുകയേ വേണ്ടൂ. മറ്റത് നീ പ്രയത്നിക്കണ്ട. ശാസ്ത്രങ്ങൾ ഇതാണ് പഠിപ്പിക്കുന്നത്, ഗുരുകുലങ്ങൾ ഇതാണ് പഠിപ്പിച്ചിരുന്നത്.